ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര വിജയങ്ങളിലൊന്നിന്റെ അഭിമാനത്തിലാണ് ഇന്ത്യ. ബഹിരാകാശ രംഗത്ത് അമേരിക്കയ്ക്ക് ഒപ്പമെത്താൻ ചൈനയും റഷ്യയും പണി 18 നോക്കിയിട്ടും ഇടറി വീഴുമ്പോഴാണ് ഇന്ത്യ തൊട്ടതെല്ലാം ആകാശ വിജയങ്ങളാക്കി മുന്നേറുന്നത്. സൂര്യനെ പഠിക്കാൻ ഇന്ത്യ അയച്ച ആദിത്യ L1 വിജയത്തിന്റെ ആകാശത്തിലേറുമ്പോൾ ഇന്ത്യയുടെ ഈ അഭിമാനത്തിൽ കേരളത്തിന്റെ കയ്യൊപ്പും ഉണ്ടെന്നതാണ് ലോകമലയാളിക്ക് സന്തോഷം പകരുന്നത്. കേരളത്തിലെ 4 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ആദിത്യ L1 ദൗത്യത്തിന്റെ ഭാഗമായത്. കെൽട്രോൺ, കേരള സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് സൂര്യനെ പഠിക്കുന്ന ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. ഇന്ന് കേരളത്തിന്റെ സൂര്യ തേജസ്സുകളാണ് ഈ കമ്പനികൾ. കെൽട്രോണും CIFLും TCCയും KALും നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ L1 ദൗത്യത്തിന്റെ ഭാഗമായി. ആദിത്യ L1 മിഷന്റെ ഭാഗമായ PSLV റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന 38 ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകൾ കെൽട്രോണിൽ നിർമ്മിച്ചതാണ്. ഇതിനു പുറമെ ആദിത്യ ദൗത്യത്തിനായുള്ള വിവിധ ഉപകരണങ്ങളുടെ ടെസ്റ്റിംഗും സപ്പോർട്ടും കെൽട്രോണിൽ നിന്നായിരുന്നു. തൃശൂർ മുളങ്കുന്നത്തുകാവ് ആസ്ഥാനമായ കേരള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡാണ് ആദിത്യ ദൗത്യത്തിൽ പങ്കുചേർന്ന മറ്റൊരു സ്ഥാപനം. വിക്ഷേപണ വാഹനമായ PSLVയുടെ വിവിധ ഘട്ടങ്ങൾക്കുള്ള ഫോർജിങ്ങുകളാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകിയത്. പ്രൊപ്പല്ലർ ടാങ്കിന് വേണ്ടി വന്ന ടൈറ്റാനിയം അലോയ് ഫോർജിംഗ്സ്, ഡോം ഫോർജിംഗ്സ്, വികാസ് എഞ്ചിന്റെ പ്രധാന ഘടകമായ കൺവേർജന്റ് ഡൈവേർജന്റ് ഫോർജിങ്ങുകൾ എന്നിവയാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫോർജിംഗിൽ നിന്നും ആദിത്യയിലേക്ക് നൽകിയത്. പ്രിൻസിപ്പൽ ഷാഫ്റ്റ്, ഇക്വിലിബ്രിയം റെഗുലേറ്റർ പിസ്റ്റൺ, ഇക്വിലിബ്രിയം റെഗുലേറ്റർ ബോഡി എന്നിവയും മുളങ്കുന്നത്തുകാവിൽ നിന്നാണ് ആദിത്യയിലേക്ക് എത്തിയത്. എറണാകുളം ഉദ്യോഗമണ്ഡൽ ആസ്ഥാനമായ പൊതുമേഖലാ സ്ഥാപനമാണ് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്. ഇവിടെ നിന്നാണ് ആദിത്യ വിക്ഷേപണത്തിനാവശ്യമായ 150 മെട്രിക് ടൺ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകൾ നൽകിയത്. റോക്കറ്റിന്റെ സാറ്റലൈറ്റ് സെപ്പറേഷൻ സിസ്റ്റത്തിനാവശ്യമായ വിവിധ ഘടകങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ സ്വന്തം കേരള ഓട്ടോമൊബൈൽസ് ആണ്. സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 127 ദിവസമാണ് ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യമായ ലേഗ്രാഞ്ച് പോയിന്റ് 1-ൽ ആദിത്യ L1 എത്തിയത്. ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ പരിധിയിലില്ലാത്ത പോയിന്റാണിത്. ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം ഉൾപ്പെടെ ഇവിടെ എത്താൻ ആദിത്യ L1 37 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചു. ലേഗ്രാഞ്ച് 1 എന്ന സാങ്കല്പിക പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലായിരിക്കും ഇനി ആദിത്യ L1ന്റെ സ്ഥാനം. ഇവിടെ ഭ്രമണം ചെയ്തുകൊണ്ടായിരിക്കും സൗരരഹസ്യങ്ങൾ കണ്ടെത്തുക. ഈ ലക്ഷ്യം സാധിക്കാൻ ബംഗളൂരു ഇസ്ട്രാക്കിലെ ശാസ്ത്രജ്ഞരെ നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെയും ശാസ്ത്രജ്ഞരും സഹായിച്ചു.